ഹേ ഗൈസ്, അപ്പം നമ്മുടെ 30 ഡേയ്സ് ചലഞ്ചിൻ്റെ ഡേ 12 ആണ്. ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം. അതിൻ്റെ ഫുൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നാട്ടിൽ എത്തിയതിന് ശേഷം ഞാൻ അക്കൗണ്ടൻസി എടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടൻസിയുടെ ഞാൻ പ്രോപ്പർ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അത്യാവശ്യം കുഴപ്പമില്ല, ഫുൾ തിയറിയാണ്. എനിക്ക് തിയറി പഠിക്കുന്നതാണ് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണ്. തിയറിയാണ് മിക്കതിലും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവം. പക്ഷെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കൊമേഴ്സ് എടുത്തതിൽ മിക്കതിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫുൾ തിയറീസ് ആണുള്ളത്. ഇത് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതൊക്കെ പിന്നേ വരുന്നുള്ളൂ. അതിൽ അക്കൗണ്ടൻസിൽ ആ സംഭവങ്ങൾ കാൽക്കുലേറ്റിംഗ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ എത്തിയപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ. അക്കൗണ്ടിങ് ഇക്വേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു, അത് അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ അത് പ്രോപ്പർ പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനത് അതിനകത്ത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് അതൊന്ന് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഗ്യാപ്പിന് ശേഷം വരികയാണെങ്കിൽ എനിക്ക് ഒരിക്കലും അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും ഇവിടെ ഞാൻ ഇതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പഠിത്തത്തിലേക്ക് കൂടുതൽ ഫോക്കസ് കൊണ്ടുവരാൻ എനിക്ക് പറ്റത്തില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇവിടേക്ക് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇത്ര നേരം പഠിക്കാനിരുന്നത് തന്നെ വലിയൊരു കാര്യം. എക്സാം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇരുന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് പഠിക്കാൻ വളരെ ചാൻസ് ഉള്ളൂ. ബുക്ക് കൊണ്ടുപോകും, പക്ഷേ ബുക്ക് കൊണ്ടുപോയിട്ടത് അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരാറാണ് പതിവ്. പക്ഷേ എന്നാലും ഈ പ്രാവശ്യം വലിയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ചേരെ അപ്പോഴും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് രാത്രിയായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒറ്റ റീസൺ കൊണ്ടും കൂടാണ് ഞാൻ പഠിച്ചത്. 2 റീസൺ ഉണ്ടായിരുന്നു: എക്സാം, പിന്നെ പ്ലസ് വീഡിയോ ഇടണമെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. എനിക്ക് ഇന്നെന്തായാലും ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നും ഇടണം, കാരണം കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്നും കൂടെ ആണല്ലോ ഞാൻ ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും അത്ര തന്നെ ഇന്നത്തെ ദിവസം അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പഠിത്തം തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.